പുതിയ പുതിയ ചിഹ്നങ്ങൾ കൊണ്ടുവരിക, ഹൈന്ദവ ചിഹ്നങ്ങൾ ഇടിച്ചു കയറ്റുക, ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ രാജ്യസ്നേഹം എന്ന് പറയുന്നതും രാജ്യം എന്ന് പറയുന്നതും ഹൈന്ദവതയിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പുതിയ പ്ലാൻ്റെ ഭാഗമാണ്. RSS എന്ന് പറഞ്ഞ സംഘടന 100 വർഷം ഇന്ത്യയിൽ എത്തി നിൽക്കുമ്പോൾ അവരുടെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരു പാട്ടല്ലേ, കുട്ടികൾ പാടിയതല്ലേ, റെയിൽവേ ഒന്ന് പോസ്റ്റ് ചെയ്തതെന്ന് വേണം നമുക്ക് വിടാം, അങ്ങനെ വിടേണ്ടതാണ്. പക്ഷേ പുതിയ കാലത്ത് അങ്ങനെയല്ല. ഈ വന്ദേമാതരം എന്ന് പറഞ്ഞൊരു ഗാനം, ആ ഗാനത്തിൻ്റെ പൂർണ്ണ രൂപം വേണം, അതുപോലെ തന്നെ ഹൈന്ദവ ചിഹ്നങ്ങൾ വേണം, ഇന്ത്യയിലെ പാർലമെൻറ്റിന് പുതിയ അധികാരത്തിൻ്റെ അടയാളം വേണം എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഈ ഗാനം നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇതൊരു വെറും പാട്ടായി വിട്ടേനെ. പക്ഷേ പുതിയ കാലത്ത് ഇതങ്ങനെയല്ല. ഇത് ബോധപൂർവം ഓരോ സാധനങ്ങളും ചൂസ് ചെയ്യാണ്. ഇപ്പോൾ നെഹ്റു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് പേര് തന്ന ഉപഹാരങ്ങളിൽ ഒരെണ്ണമായിരുന്നു ഈ ചെങ്കോൽ എന്ന് പറയുന്ന സാധനം. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതവിടെ ഉപേക്ഷിച്ചു. 70 വർഷം കഴിയുമ്പോൾ തപ്പിയെടുത്ത് ഇങ്ങനൊരു സാധനം ഹിന്ദു സന്യാസിമാർ കൊടുത്തതാണ്, അതിൻ്റെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ അത് കൃത്യമായി കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്നതിന് തരുന്ന സന്ദേശം എന്താ? അതുതന്നെയാണ്. ഇനി മുതൽ എല്ലായിടത്തും ഗണഗീതങ്ങൾ പാടണം എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ BJP നേതാക്കന്മാർ. ഇനി അടുത്തത് വരാൻ പോകുന്ന അതാണ്. എല്ലാ പൊതുപരിപാടികളിലും കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികളിലും ഗണഗീതം പാടും. നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പ്രതിഷേധിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും ഇത് മതേതരമായ ഒരു ഗാനമായി ഞാൻ അംഗീകരിക്കില്ല. അതിപ്പം RSSന് പുറത്ത് ആളുകൾ പാടിയിട്ടുണ്ടെങ്കിലും RSSനകത്ത് പാടിയിട്ടുണ്ടെങ്കിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല.